കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കട്ടിംഗ് സ്റ്റൈൽ കട്ടിങ്ങിലാണ് മെയിൻ. പ്ലെയിൻ ആയിട്ട് ഇത് ഇതുപോലെ ഒരു 2 കിലോ കാണും. ഭവാനീയമായ എന്ന സൂപ്പർ ഹിറ്റ് നാടകത്തിന് ശേഷം പ്രച്ഛന്നൻ പ്രകാശൻ തട്ടിക്കൂട്ടി തട്ടക്കേറ്റുന്ന അടുത്ത നാടകം ഇൻഫ്യൂസ്ഡ് ചിക്കൻ വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകട്ടെ. എന്റെ ക്യാമറ മൊത്തമായി. ഹേ ഗൈസ്, നമ്മളിന്നൊരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ഇൻഫ്യൂസ്ഡ് ചിക്കൻ വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകട്ടെ. ഞാൻ ഇന്നേ വരെ ജീവിതത്തിൽ ഇൻഫ്യൂസ്ഡ് ചിക്കൻ കഴിച്ചില്ല. താങ്കൾ കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അപ്പൊ നമുക്കിന്ന് വീട്ടിലുണ്ടാക്കാം. നമ്മളപ്പോ സ്കിൻഡ് ചിക്കനൊക്കെ വാങ്ങിച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോ ഇന്ന് നമ്മൾ ഇൻഫ്യൂസ്ഡ് അടിക്കാൻ പോവാ. താങ്കൾക്ക് അറിയാമോ ഇൻഫ്യൂസ്ഡ് ഉണ്ടാക്കാൻ? ഇല്ല, അറിയില്ല. ഇല്ല, നമ്മൾ അറിയാത്ത കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത് ഓരോന്നും. അമ്പൂട്ടൻ നല്ല ഉറക്കമാണ്. അതാണ് നമ്മൾ കുറച്ച് പവർ കുറച്ച് ഇൻട്രോ എടുത്തത്. ആള് വരട്ടെ, നായകൻ ഉറക്കമാ. അപ്പം അതെ, അപ്പോഴത്തേക്ക് നമുക്കൊന്ന് പകുതി വഴിക്ക് ആക്കണം ജോലി. ഇല്ലെങ്കിൽ നായകൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാടി നടക്കത്തില്ല. അപ്പം ടുഡേ ഗൈസ് സ്പെഷ്യൽ ഇൻഫ്യൂസ്ഡ് ചിക്കൻ നൈറ്റ്. നമുക്കിന്ന് ഡിന്നറിന് അതാണ്. അതിന്റെ കുറച്ച് മാരിനേഷൻ പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. കേട്ടിടത്തോളം ആ ഒരു സെറ്റായ രൂപത്തിലൊക്കെ ഇങ്ങനെ വന്നാ മതി. ഓക്കെ, അപ്പൊ ഞാൻ തുടങ്ങല്ലേ? ആദ്യം കുറച്ച് അറ്റകുറ്റ പരിപാടികളുണ്ട് ചിക്കൻ. അത് റെഡി ആവുന്നതിന് മുന്നേ ആദ്യം എന്ന് വെച്ചാലേ ഞാൻ 20 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. 20 എണ്ണ എടുത്ത് കഴുകി വെച്ചേക്കുവാണേ. അതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ച് അതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. ഓക്കെ, സോക്ക്ഡ്. അപ്പൊ ഇനി അതവിടെ മാറിയിരിക്കട്ടെ, അതവിടെ സെറ്റ് ആയിക്കോളും. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മള് വലിയൊരു പാത്രം എടുത്ത് എന്താ വെച്ചാൽ ചിക്കൻ മുങ്ങി കിടക്കാൻ പാത്രത്തില് കുറച്ച് വെള്ളം. ഇപ്പോൾ ഉണ്ടല്ലോ ഗൈസ്, എന്തുണ്ടെങ്കിലും ജിമിനിയാണ് ഇപ്പം മെയിൻ. ഇന്നലെ തന്നെ എനിക്ക് എഡിറ്റിങ്ങിലൊക്കെ കുറച്ച് കാര്യങ്ങൾ VFX ഒക്കെ പഠിക്കണം. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കണമെന്ന് തോന്നി. അപ്പം ജിമിനി ഉണ്ട്. ഞാൻ ജിമിനി അടുത്ത് ഇങ്ങനെ നൈറ്റൊക്കെ ചോദിച്ച് ഇങ്ങനെ കുറേ ഞാനൊരു 1.5 മണിക്കൂർ എനിക്ക് ജിമിനി ക്ലാസ് ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ജിമിനി നീ അടിപൊളിയായിട്ടാ എന്നൊക്കെ പറയുന്നത്. കാരണം നമ്മളത് വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എന്തൊരു ഭാഗ്യമാണല്ലേ, അസൈൻമെന്റും പ്രോജക്റ്റും അതും ഇതൊക്കെ എല്ലാവർക്കും ഈ ഒരു സാധനം ഉള്ളത് കൊണ്ട് ഭയങ്കര യൂസ് ആണ്. ഗൂഗിൾ ഫോണില്ലാത്തോണ്ട് ഗൂഗിൾ പോലും നോക്കി എഴുതാൻ പറ്റിയില്ല. സത്യം കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ലക്കി. ജസ്റ്റ് അങ്ങോട്ട് കൊടുക്കുക, അവിടെ ഇങ്ങനെ കറക്റ്റ് ഇതായിട്ട് തരും, കോപ്പി ചെയ്യാ, കഴിഞ്ഞു. ഹോംവർക്ക് ഒക്കെ ചെയ്യുന്നത് സിമ്പിൾ ആയില്ലേ? പക്ഷേ ഇതിന് ഗുണവും ദോഷവും ഉണ്ട് കേട്ടോ. ഗുണമുണ്ട്, ദോഷമുണ്ട്. ഏട്ടൻ ജെമിനി ടീമാണോ ചാറ്റ് GPT ടീമാണോ? ജെമിനിയാണ് കുറച്ചും കൂടി മലയാളം നന്നായിട്ട് സംസാരിക്കുന്നത്. നമുക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട്. ഇംഗ്ലീഷ് അറിയുന്നവർക്ക് ചാറ്റ് GPT ആയിരിക്കും. എനിക്ക് ഇംഗ്ലീഷ് അധികം നമുക്ക് സംസാരിക്കാൻ അറിയാത്തതുകൊണ്ട് ചാറ്റ് GPT. എനിക്ക് ജെമിനി, ഞാൻ ഫോണിൽ ഞാൻ ജെമിനി എടുത്തിട്ടുള്ളൂ. അത് അടിപൊളിയാ. എനിക്ക് അതാ ഇഷ്ടം. 1 സ്പൂൺ ഉപ്പ്. നീ ചെറുക്കനെ ഉണർത്താൻ വേണ്ടി മനഃപൂർവ്വമല്ലേ? ഇത്രയും സൗണ്ട് കേട്ടിട്ട് ഉണരുന്നില്ല. നല്ല അത്ര ഉറക്കമൊന്നും നീ ആലോചിക്കണം. ഇത്രയും സൗണ്ടും കേട്ടിട്ട് ഉണരാതിരിക്കണമെങ്കിൽ. ഞാൻ എഴുന്നേറ്റ് വന്നേക്കാ പറഞ്ഞു, എന്നിട്ട് കിടക്കുവായിരുന്നു കേട്ടോ. ഷുഗർ വേണേ കുറച്ച് കിട്ടും. എന്തിനാണ് ഈ വെള്ളത്തിൽ? എനിക്കൊന്നും അറിയത്തില്ല കേട്ടോ ഗൈസ്. ഇന്നത്തെ പരിപാടി ഫുള്ള് പൊണ്ടാട്ടിയാ. എനിക്ക് നമുക്ക് ഇൻഫ്യൂസർ ഒന്നും അറിയത്തില്ല. ഞാൻ കഴിച്ചിട്ടുമില്ല. വിനാഗിരി. ഞാൻ കുറെ നാളായില്ലേ നമ്മൾ കുക്കിംഗ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ സംസാരിച്ച് കുക്കിംഗ് ചെയ്യുന്നത് വൈബാന്നറിയോ ഗൈസ്? വരട്ടെ, ഇതിന്റെ വൈബ് പൊക്കോളും. ശരിയാ. കുറച്ച് വിനാഗിരി. ഈ കുക്ക് ചെയ്യാൻ വേണ്ടിട്ടേ ഏറ്റവും ബെറ്റർ പാത്രം ഏതാ താങ്കളുടെ അഭിപ്രായത്തിൽ? ഞാൻ കുറച്ച് ഓപ്ഷൻസ് തരാം. നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ 10 of 10. 10 of 10. Okay, so what? Because stainless steel ജോലി ചെയ്തോണ്ട് സംസാരിച്ചാൽ മതി, അല്ലെങ്കിൽ സമയമില്ല കേട്ടോ. stainless steel ഹെൽത്തിയാണ്. മറ്റേത് പക്ഷേ അലൂമിനിയം ഒട്ടും പോരാ. അപ്പൊ ഇത് അലൂമിനിയം അല്ലേ? ഇത് അലൂമിനിയം. പക്ഷേ അപ്പൊ നമ്മളെ ചട്ടിപ്പാത്രങ്ങള് 9 കൊടുക്കാൻ പറ്റൂ. കാരണം എന്താണെന്നറിയോ, എത്രയായാലും അവരിങ്ങനെ മോൾഡ് ചെയ്തൊക്കെ വരുമ്പോ അതിനകത്തുനിന്ന് അത്ര അങ്ങോട്ട് പെട്ടെന്ന് കരിയും അല്ലേ? നമ്മൾ കരിഞ്ഞ ഫുഡൊക്കെ കഴിച്ചു കൊടുക്കും. ഗ്യാസ് തോനെ വേണം. അത് 9 ഉള്ളൂ. പിന്നെ നമ്മുടെ സ്ഥിരം യൂസ് ചെയ്ത് നമ്മൾ നോൺ സ്റ്റിക് പാൻസ്. അയ്യോ എന്റെ മുന്നേ 0യോ മൈനസോ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. നമ്മൾ അത്യാവശ്യം 1-2 യൂസ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്യരുത്. നമ്മൾ 1-2 വാങ്ങി ഇപ്പൊ യൂസ് ചെയ്യാതെ മൂല വെച്ചിട്ടുണ്ട്, യൂസ് ചെയ്യാതെ. പിന്നെ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്നറിയോ? ഗ്ലാസ്. നമ്മളൊരു ഗ്ലാസ് പാത്രം വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് ചെറുതായതുകൊണ്ട് ചായ ഒക്കെ വേണമെങ്കിൽ ഞാൻ അതിൽ ഭയങ്കര കോസ്റ്റാണ്. ആ ചെറിയ പാത്രം തന്നെ എന്റെ 1500 ഗ്ലാസിന്റെ പാത്രം. ഗ്ലാസും അടിപൊളിയാ. അതുപോലെ തന്നെ സ്റ്റോൺ, അയണല്ല സ്റ്റോൺ, കല്ല് പാത്രങ്ങൾ കിട്ടും. ഞാനും ഇത് കണ്ടപ്പോഴും ഞാനും അറിയുന്നത്. അതും 10 of 10 അടിപൊളിയാ. പിന്നെ ഗൈസ്, ഈ ഇൻസ്റ്റാഗ്രാമിലെ ഡോക്ടേഴ്സിനെ കൊണ്ടൊരു നിവൃത്തിയില്ലായിരിക്കും. സത്യമായിട്ട് ഒരു റീൽസ് കണ്ടാ പിന്നെ എനിക്ക് 10 വരുന്നത്. അത് തന്നെ ആയിരിക്കും. ഞാൻ ഒരു ഡോക്ടർ പറയുന്നുണ്ട് ചിക്കൻ അങ്ങനെ കഴുകിക്കൂടാന്ന്.
ഒരു ഡോക്ടർ ചിക്കൻ കഴിവാതെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അതേ സമയമായിട്ട് എന്നെ ഇത് കാണിച്ചില്ലേ, ഇച്ചിരി കഴിഞ്ഞപ്പോൾ വേറൊരു ഡോക്ടർ വന്നേ, ചിക്കൻ കഴുകണം, ചിക്കനിൽ സാൽമോണല്ല എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്, അത് ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ അത് ചത്തു പൊക്കോളും, പക്ഷെ നമ്മുടെ ഇവിടെയൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര ബാക്ടീരിയ ആവും, അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്ന ഇരുമ്പ് ചിക്കൻ ഉപയോഗിക്കാൻ, റോ ചിക്കൻ കഴുകാനൊക്കെ വേറെ പാത്രങ്ങൾ അതെല്ലാം നല്ലോണം കഴുകണം, കൈയൊക്കെ നല്ലോണം കഴുകണം. അപ്പൊ ചിക്കൻ കഴുകിയാലും കുഴപ്പമില്ല, വേവുമ്പോ അതിന്റെ ബാക്ടീരിയ ഒക്കെ പൊക്കോളും. നമ്മുടെ കൈ ചിക്കൻ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈയും പാത്രങ്ങളും ആ സിങ്കും എല്ലാം കഴുകണം. ആമസോൺ ഫ്രഷ് ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ ബിഗ് ബാസ്ക്കറ്റിനെക്കാട്ടി ആമസോൺ ഫ്രഷിൽ എനിക്ക് കുറച്ചും കൂടി നല്ല സാധനം കിട്ടും. അങ്ങനെ ആമസോൺ ഫ്രഷിലൊക്കെ തേങ്ങയൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ കേട്ടോ പാക്ക് ചെയ്ത് കൊണ്ട് തരുന്നേ. അത് പഴത്തിന്റെ പാക്കിംഗ് ആയിരുന്നു, ഞാൻ അതിനകത്ത് തേങ്ങ ഇട്ട് വെച്ചത്. തേങ്ങ ഇട്ട് വെച്ചായിരുന്നു? ഞാൻ അടിച്ച ഡയലോഗ് ഒക്കെ വെറുതെ. അപ്പൊ അവരിപ്പോ തേങ്ങ എങ്ങനെ എടുത്തുന്നേ? തേങ്ങ കവറിലാണോ? ഞാനൊരു ഭംഗി ഇത് പഴത്തിന്റെ ആണല്ലേ? പക്ഷെ കൊള്ളാം കേട്ടോ. കൊള്ളാല്ലേ? പക്ഷെ ഭയങ്കര റേറ്റാന്ന് തോന്നുന്നില്ല. നമ്മൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയില്ല, പക്ഷെ 700 രൂപയായി. ഒരു 5 സാധനം വാങ്ങിയപ്പോഴും 700 രൂപയായി. ആദ്യം ഇതിനെ കൊണ്ട് കമത്തി കിടത്തിയിട്ട് പ്ലെയിൻ ആയിട്ട് ഇത് ഞാൻ സത്യം പറയല്ല, ഞാൻ ഇങ്ങനെ ഇത്രയും ഫുള്ളായിട്ടൊരു ചിക്കനെ ഞാൻ പെരുമാറുന്ന ആദ്യമായിട്ടാണ്. ഇങ്ങനെ പോലെ ഒരു 2 കിലോ കാണൂല്ലേ? ഓക്കെ, നമുക്ക് ഇതാണ് ഇതിന്റെ സ്പൈൻ. എന്നെ ബയോളജി അറിയത്തില്ലല്ലോ, ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ മുതുകത്തൂടെ ഇങ്ങനെ പോകുന്നതാണ് സ്പൈൻ. ഓക്കെ, അപ്പൊ സ്പൈന്റെ നടുക്ക് എന്ത് കാണും? നട്ടല് കാണും. നട്ടലിന്റെ അപ്പുറവും ഇപ്പുറവും വെച്ച് വെട്ടിയിട്ട് ആ നട്ടലിഞ്ഞ് ഊരിയെടുക്കണം. ഇനി ഇതിന് നട്ടലിന്റെ ആവശ്യമില്ല, നട്ടലില്ലാത്ത ചിക്കൻ. നല്ലൊരു പിച്ചാത്തി വാങ്ങണം കേട്ടോ ആദ്യം. ഈ പിച്ചാത്തി നല്ലായിരുന്നു, പിന്നെ അങ്ങ് മണ്ടനാവും ഗൈസ്. അതെന്താ? എടാ ആരോഗ്യം വേണോടോ സതി. ഇതേണ്ടി ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ. സാധാരണ നട്ടലിന്റെ നടുക്കൂടാണ് കട്ട് ചെയ്യാനുള്ളത്. നടുക്കൂടല്ല, നട്ടല് കട്ട് ചെയ്ത് നട്ടലിങ്ങി എടുക്കണം. ഇവിടെ നട്ടലിന്റെ നടുക്കൂടെ കട്ട് ചെയ്ത് നട്ടൽ അപ്പുറം അപ്പുറം ആക്കി. എന്റെ ഊഹം തെറ്റിപ്പോയി, നട്ടൽ അപ്പുറമായി പോയി. എന്നെ ബയോളജി അറിയത്തില്ലല്ലോ, ഞാൻ പറഞ്ഞുതരാം. ബയോളജി ക്ലാസ് കണ്ടിച്ചിട്ടുണ്ട്, മീനെ കണ്ടിച്ചിട്ടുണ്ട്, കൊഞ്ചിനെ കണ്ടിച്ചിട്ടുണ്ട്, കോഴി കണ്ടിക്കാൻ അവര് പഠിപ്പിച്ചില്ല. നിനക്ക് എസ് എം കോളേജിനകത്ത് കോഴി കൊണ്ട് തരുമല്ലോ കണ്ടിക്കാൻ. എനിക്ക് ആ പടത്തിൽ കാണുന്നതൊക്കെ ഇതിങ്ങനെ ചപ്പിളി ആയിട്ടിരിക്കണം. ദാണ്ട ഇത് കണക്കിരിക്കണം കേട്ടോ, ഇതുപോലെ സാധനം ഇരിക്കണം. ആദ്യം കടായി ചൂടായി, ബട്ടർ ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, സവാള ഇട്ടു, ക്യാപ്സിക്കം ഇട്ടു, തക്കാളി ഇട്ടു. അത് ഇളക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും കൊറേ ചേരുന്ന കുറച്ച് ഡ്രസ്സുകളുണ്ട്, അത് തന്നെ നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇട്ടോണ്ടിരിക്കും. ഇതൊക്കെ തന്നെ എത്ര വീഡിയോ ഇട്ടിട്ടുണ്ട്? അല്ല, ഇതിന് ഒരു 2-3 വട്ടം കഴിഞ്ഞാൽ ഇടാൻ പറ്റില്ല. അപ്പൊ അതിനോട് ഇട്ടങ്ങ് തീർക്കുക, കൊതി തീർക്കുക, കണ്ടങ്ങ് കൊതി തീർക്കുക. നിങ്ങൾ വലുതാവല്ലേ? കറക്റ്റ് ചില്ലി ചിക്കൻ കട്ടാണ് കേട്ടോ. ചില്ലി ചിക്കൻ കറക്റ്റ് ഇങ്ങനെ കേട്ടോ. ഈ ഇൻഫ്യൂസ്ഡ് ചിക്കന് പാതി ലെഗ് പീസ് എടുത്ത് നോർമൽ ഫ്രൈ ചെയ്താലോ അതിന് പാളി പോയാൽ അതേലും തിന്നായിരുന്നു. പാളിയാലും തിന്നു കോൺഫിഡൻസ് ഞാൻ ഉണ്ടാക്കുമല്ലോ, എങ്ങനെ പാട് വേട്ടാ. അപ്പൊ ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചതല്ലേ? ഇത്രയും മുളക് വേണോ? മുളക് പൊടി ഇടുന്നില്ല, അതുകൊണ്ട് ഇത് വേണം. നെക്സ്റ്റ് ടൊമാറ്റോ കച്ചപ്പ്. ഇതെല്ലാം കൂടി നല്ലൊരു കോമ്പിനേഷൻ ആണല്ലേ? എനിക്കറിയാൻ പാടില്ല എന്റെ മുന്നേ സാറേ. അപ്പൊ ഗൈസ് ഇത്ര ഐറ്റവും പോയി ഒന്ന് അരച്ചിട്ട് വരട്ടെ. ഗൈസ് നെക്സ്റ്റ് നമ്മൾ മാരിനേഷനിലോട്ട് പോവാണ്. കുതിർത്ത് വെച്ച് ചിക്കൻ എടുത്തു. പക്ഷെ മസാല അങ്ങോട്ട് പിടിക്കണില്ലേ? അത് സ്കിന്നല്ലേ, അതിലെ മുളക് പൊടിയൊന്നും അല്ലല്ലോ, നമ്മള് മുളകൊക്കെ അരച്ചതല്ലേ. പിടിക്കും കുറച്ചേരം വെച്ചേക്കാം. പക്ഷെ കളർ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല അടിപൊളി കളർ. ഇല്ല ചിക്കൻ ഫ്രൈ ഒക്കെ ഹോട്ടലിൽ കളർ ചേർത്ത പോലുണ്ട്.
ചില മസാലയില്ലേ ആഡഡ് കളേഴ്സ്. ആ പക്ഷെ നമ്മളെ കാശ്മീരി ഇട്ട് അരച്ചോണ്ടാട്ടോ അടിപൊളി കളർ. അമ്പുന്റെ മ്യാവ് വന്നല്ലോ. ആ ഓ സന്തോഷം നോക്കോടെ സന്തോഷം. അല്ല അള്ളു അങ്ങനെ പിടിക്കല്ലേ, അങ്ങനെ അവരൊന്നും ഭയങ്കര കമ്മ്യൂണിക്കേഷൻ. ഇതിൽ തിന്നാൻ കുറേ അവളെ അമ്മയാണ് കൈസ്പോ പ്രസവിച്ച് കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യുന്നോ ഇല്ലടി. മാവൂ മാവൂ ഇങ്ങനെ വന്ന് നിന്നപ്പോഴേ നമ്മുടെ കൊടുക്കാൻ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഫ്രിഡ്ജിൽ പെരട്ടി വെച്ചിരുന്ന 2 മീനെ കൊടുത്തേ. ഞാൻ ഇച്ചിരി കഴുകിട്ടാ കൊടുത്തതുവേ. അതിന് കുറെ പേര് കമന്റ് നമുക്ക് വേണ്ടാഞ്ഞിട്ട് നമ്മൾ കൊടുത്തായിരുന്നു. അന്ന് നിന്ന് കരഞ്ഞപ്പോ ഒന്നും ഇല്ലായിരുന്നു കൊടുക്കാൻ. അങ്ങനെ എടുത്തോണ്ട് കൊടുത്തതാ. സിറിഞ്ച് കുത്തി കയറ്റാൻ വേണ്ടി പോവാ. സിറിഞ്ചൊക്കെ ഞാൻ കഴുകി കോഴിയെ വാക്സിൻ ചെയ്യാൻ വേണ്ടി പോവാ. എനിക്കും തരണം, ഞാൻ കുത്തിക്കയറ്റും. നമ്മൾ രണ്ടുപേരും കുത്തിക്കയറ്റുന്നുണ്ട്. ഓക്കെ ഞാൻ 2 മുട്ട പുഴുങ്ങി. ഓക്കെ മുട്ട പുഴുങ്ങിയിട്ട് ഇനി ഇതങ്ങോട്ട് പൊളിക്കണം. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ഇട്ടാൽ മതി. അറിയത്തില്ലേ അത് ഇങ്ങനെ ആക്കിയാൽ മതി. എനിക്കറിയാം. ഞാൻ ഇപ്പൊ വേണമെങ്കിൽ വായി വെച്ച് കടിച്ചു പൊട്ടിച്ചാണ് അതുപോലെ. ഏട്ടൻ ഞാൻ നല്ല രസമാണ് അൺബോക്സ് ചെയ്യാൻ. നല്ല രസമുണ്ട്. ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. എന്താണ്ട് ഇത് അരച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് സിറിഞ്ചിലോട്ടാക്കാം. അതിന് മുന്നേ നമുക്കിത് ചിക്കൻ വെക്കാം. ഇപ്പൊ പെരട്ടി വെച്ചിട്ട് കുറെ നേരം ആയില്ലേ. നമുക്ക് ചിക്കൻ പിടിച്ച് കാണും. നല്ല എരി ഉണ്ടല്ലേ വറ്റൽമുളക് ആയതുകൊണ്ട് നമുക്ക് വെക്കാം. ഇടയ്ക്കെടുത്ത് ഒന്നുകൂടെ തേച്ചിട്ട് വെക്കാം. അല്ല സിറിഞ്ച് കുത്തിക്കിടുന്നപ്പോഴാ അതിപ്പോഴില്ല, ഇത് ഇച്ചിരി ആവണം. കുത്തിക്കേറ്റിക്കോളാഞ്ഞ് വയ്യ. സൈസ് കൂടിയതുകൊണ്ട് തന്റെ മുകളിൽ കുറച്ച് ബേൺ ആയിട്ടുണ്ട്. പക്ഷെ മസാലയാണ് ബേൺ ആയത്, ചിക്കൻ അല്ല. അത് നമുക്ക് ചുരണ്ടി കളഞ്ഞാൽ മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഈ എയർ ഫ്രയറിനകത്ത് വെക്കാം കേട്ടോ. ഇതിന്റെ മണ്ടേ കുറച്ച് ബട്ടർ വെക്കാം. മസാലയാണ് കേട്ടോ ബേൺ ആയത്, അല്ലാണ്ട് ചിക്കൻ ബേൺ ആയിട്ടില്ല. നമ്മളെ മസാല കുറച്ച് ഓവർ ആയതുകൊണ്ട് ഗൈസ് ആ ബട്ടറേ ഇങ്ങനെ അലിഞ്ഞു വരുന്ന കേട്ടോ. അത് ഇത്രയും അടിക്കാൻ കേട്ടോ. നല്ല എന്തുവാ കാണിക്കുന്നേ. ഇറങ്ങിപ്പോ അടുത്താൽ ഇറങ്ങിപ്പോ. എടാ എന്തുവാടാ കാണിച്ചത്. ഞാൻ ഒന്നും ചെയ്തില്ല. എടാ അത് മേപ്പോട്ടാക്കണ്ടേ. ഇങ്ങനെ വെച്ചിട്ട് ഇത് മേപ്പോട്ടാക്കിട്ട് വേണ്ടായിരുന്നു കുത്താൻ. ഞാൻ ഡോക്ടറിനെ പഠിച്ചിട്ടില്ല, നേഴ്സും അല്ല. അകത്ത് കയറട്ടെ. ഇത് ഭയങ്കര ചടങ്ങാണ്. ഓ ഇങ്ങനെ വലിച്ചെടുക്കണമായിരുന്നു കേട്ടോ. അപ്പം പൈസ മൃദുല ചെയ്യും കേട്ടോ. ഞാൻ പിന്മാറി. ഇത് കുഴപ്പമില്ല, പക്ഷെ മുകളിലായെന്നും പറഞ്ഞ് കുഴപ്പമില്ല. പക്ഷെ ആ ഒരു ഇതങ്ങ് പോയില്ലേ. നീ ഇതിലോട്ട് കുത്തണം. കുത്തിക്കഴിഞ്ഞ് പതിയെ ഒന്നിച്ച് പ്രസ്സാക്കി വെളിയിൽ പോകും. പതിയെ പതിയെ വെക്കുമ്പോ അകത്തോട്ട് ഇറങ്ങിക്കോളും. കാരണം അകത്ത് ഒരു സ്പേസ് ഉണ്ടാക്കണ്ടേ. കേട്ടോ ഇതിലെ ഓ ഇല്ലടാ, എങ്ങനെ പോയാലും അങ്ങനെ ആവൂടാ. എടുക്കുമ്പോഴാണ് വിഷയം. വീർത്ത് കേട്ടോ കണ്ടോ ഇങ്ങനെ വേർക്കണം. സെറ്റ്. നമുക്ക് തുടയ്ക്കാൻ കേട്ടോടി. ഓക്കെ. പക്ഷെ നീ എടുക്കുമ്പോ ഇങ്ങനെ ഒലിച്ചു വരും. അപ്പൊ അടച്ചു വെക്കണം. സൂചി നമുക്കിനി കാല് നോക്കിയാലോ. കാല് ഒരു കോഴി ഇട്ട് കാണിക്കുന്ന പരിപാടി. അച്ഛനും അമ്മയോടെ വലിയ എക്സ്പെരിമെന്റ് ഇല്ല. നീ പോവാൻ സംഭവം വീർക്കുന്നുണ്ട് കണ്ടോ. പക്ഷെ അത് എടുക്കുമ്പം കണ്ടോ ഇവിടെയൊക്കെ വീർത്ത് കണ്ടോ സ്കിന്നിൽ സാധനം ഇറങ്ങുന്നുണ്ട്. ഇവിടെ ഇനി എടുത്ത് കണ്ടോ എത്രയെല്ലാം ആവൂടാ. പക്ഷെ എങ്ങനെ അവരുണ്ടാക്കുന്നേ? അവർ കുത്തി വശമായി കാണും. അത് ചിലപ്പോ അതായിരിക്കും കേട്ടോ. സൂചി വെച്ച് കുത്തിയാ അത് കറക്റ്റ് ഇത്രയും സാധനം ഒന്നും അതിൽ കൂടെ അരിച്ചിറങ്ങി പോവില്ല. ഇതെന്തെന്ന് നോക്കിയേ, ഒറ്റ കുത്ത് കളിക്കില്ലേ. ഇനി ഇതിനകത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ട്. സാധനം കേറും, പക്ഷെ അത്രത്തോളം ക്വാണ്ടിറ്റിയിൽ സാധനം കൊണ്ട് കേറൂല കേട്ടോ. സൂചിയേ ഇത് ഇരിക്കില്ല കേട്ടോ. തിന്നുമ്പോ സൂചി അണ്ണാക്കി പുത്ത് ആശുപത്രി പോകുമ്പോ പറയും ഇൻഫ്യൂഷൻ അടിച്ചു.
സൂചിയൊക്കെ ഒടിഞ്ഞു കേട്ടോ. ഇത് ഇന്നൊരു തീരുമാനമാവും ഇൻഫ്യൂസ്ഡിന്. വീട്ടിലാരും പരീക്ഷ അടുത്ത് സിറിഞ്ച് കുത്താൻ പോവാ. ഭയങ്കര ഇഷ്ടമായിരുന്നു. നീ ചുമ്മാ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് എന്റെ ക്യാമറ മൊത്തമായി മുതലേ. എന്റെ ക്യാമറ മൊത്തമായി ക്യാമറ. ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ഇൻഫ്യൂസറും കൊണ്ട് എടി എന്റെ ക്യാമറ മൊത്തമായി. അയ്യേ ക്യാമറ മൊത്തമായി. ചിരിക്കുന്ന അയ്യോ ക്യാമറ മൊത്തം പൊളിഞ്ഞു കേട്ടോ. എന്റെ പൊന്നൊന്ന് നിർത്ത് പരിപാടി നിർത്ത്. ഇവിടെ വൻ കോമഡിയാട്ടോ. എനിക്ക് നേഴ്സ് ആവണോന്ന് ഒരുത്തി പറയാ. എന്റെ മോനെ എന്റെ ക്യാമറ മൊത്തം പോയിട്ടോ. എന്റെ ക്യാമറയുടെ ലെൻസ് മൊത്തം മുട്ടയും വെള്ളമായി. ഒറ്റൊരാള് കാരണം ഞാൻ കറക്റ്റ് തിക്നെസ്സിൽ കറക്റ്റ് ആയിട്ട് ചെയ്ത് വെച്ച സാധനമാണ്. വെള്ളം ഒഴിച്ച് അടിച്ചപ്പോ അത് വെള്ളം പോലെ ആയിപ്പോയി. മൊത്തം മുഖത്ത് മൊത്തമായി മുട്ട കൊണ്ട് ഫേസ്. മുട്ടയും ചീസും നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ. അത് മൃദുല ഇപ്പൊ നിങ്ങൾ റിസൾട്ട് നോക്കിക്കോ. നമ്മൾ ഇൻഫ്യൂസ്ഡ് ചെയ്യുമ്പോൾ പൊളിക്കും. സാധനം ഒന്ന് പാളി പോയെങ്കിൽ നമ്മൾ തിരിച്ചു പിടിക്കും. ഇല്ലേ മൃദുലേ? ഇപ്പൊ ശരിയാക്കി തരാം. അമ്പും കൂടി വേണമായിരുന്നു. അമ്പുവിന്റെ മുഖത്ത് എന്തായാലും ഗൈസ് ബാക്കിയും കൂടി റെഡി ആവട്ടെ ഗൈസ്. ഇപ്പൊ സെറ്റാ. നമ്മളൊന്ന് വേറെ സംഭവങ്ങളൊക്കെ ചെയ്ത് ഒന്ന് മേക്കപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് സാധനം. ഗൈസ് ഞങ്ങൾ നേരത്തെ കാണിച്ചപ്പോൾ നിങ്ങളിങ്ങനെ ഒലിക്കുന്ന കണ്ടില്ലേ ഗൈസ്? അത് ചിക്കനിൽ നിന്ന് ഒലിച്ചതല്ല, നമ്മൾ ഒലിപ്പിച്ചതാണ്. വീഡിയോയിലൊക്കെ അങ്ങനെ കാണുന്നില്ല. നമ്മൾ അങ്ങനെ മുട്ട എനിക്ക് തോന്നുന്ന ഒരുമാതിരി വേറൊരു ടെക്സ്ചർ ആവും. ഫ്രഷ് ക്രീം തന്നെ മതിയായിരുന്നു. അടിപൊളി സെറ്റായില്ലേ? ഇത് രണ്ടുപേരോട് തിന്ന് തീർക്കുവോ? കാരണം എമ്മണ്ണ ചിക്കൻ ആയിരുന്നു. ഭയങ്കര ചിക്കൻ ആയിരുന്നല്ലോ. വേറൊരു ടേസ്റ്റ് അല്ലേ? നിങ്ങൾ മുട്ട ആഡ് ചെയ്ത് ഫ്രഷ് ക്രീം ആഡ് ചെയ്യണം. നമ്മള് ജിമ്മിന്റെ അടുത്തൊക്കെ ചോദിച്ച് ട്രൈ ചെയ്താ ഫ്രഷ് ക്രീം ഇല്ലായിരുന്നു നമുക്ക്. അതെ, മുട്ട ആകുമ്പോ ഉണ്ടല്ലോ, മുട്ട പുഴുങ്ങി ഒഴിക്കൂല, അതങ്ങ് സെറ്റ് ആവും. നമ്മള് ലെയർ പോലെ ആയിപ്പോയി. ഇൻഫ്യൂസ് ആകുമ്പോ ഇങ്ങനെ ഒലിക്കണ്ടേ, അങ്ങനെ ഒലിച്ചില്ല. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ട്രൈ ചെയ്യാം, വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ഇനി പോരായ്മകൾ മാറി സവാളയും നമ്മളെ ക്യാപ്സിക്കും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടല്ലേ അരപ്പ് ചേർത്തേ. ആ അരപ്പിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. അതൊരു ഇപ്പോൾ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നോർമൽ മുളകുപൊടിയും മല്ലിപ്പൊടിയും നമ്മളെ മഞ്ഞപ്പൊടി അല്ലല്ലോ. ആ ഒരു മറ്റേ വെള്ളത്തോടെ ജ്യൂസിനെസ് കൂടെ കഴിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ സാധനം കൂടെ മിസ്സായി. ഇല്ല, നമ്മളിനി ട്രൈ ചെയ്യും. അതെ, ഈ പോരായ്മകളൊക്കെ മാറ്റി ഞങ്ങൾ ഇനിയും വരും ഒരു ചെറിയ ചിക്കനുമായിട്ട്. ഇത്രയും വലിയ ചിക്കനല്ല, ചെറിയൊരു ചിക്കനുമായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വെറൈറ്റി കാണുന്നവരെ